അരുൺ പാറാട്ട് ഇപ്പോൾ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സുജിത്ത് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളൊപ്പം കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഉൾപ്പെടെ അവിടെ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അരുൺ? തീർച്ചയായും ഉന്മേഷ്, ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വലിയ തോതിൽ തന്നെ ശക്തമായിരിക്കുന്നത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നിതീഷ് വിഭജിയെ നിരന്തരം മാനസികമായും ശാരീരികമായും അടക്കം പീഡിപ്പിച്ചിരുന്നുവെന്നും വിവാഹമോചനത്തിന് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഇവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ വിഭജിക തങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി തെളിവുകളും കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാട്സാപ്പിൽ അടക്കമുള്ള സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു സുഹൃത്തുക്കൾക്ക് ഈ ഒരു വിഭജിക മരണത്തിന് മുമ്പ് തന്നെ കൈമാറിയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് സുഹൃത്തുക്കൾ അടക്കം ഷാർജ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷാർജ പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. വലിയ ഊർജിതമായി തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് പോലീസുമായി ബന്ധപ്പെടുമ്പോഴടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട് നിതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിതീഷിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നതടക്കം മനസ്സിലാകേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു യാത്രാവിലക്ക് ഇപ്പോൾ നിതീഷിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. വിഭജികയുടെ കുടുംബം കോൺസുലേറ്റിനെ അടക്കം ഈ വിഷയം കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. കോൺസുലേറ്റിന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺസുലേറ്റും വിഷയത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ എന്തായാലും ഇരുവരുടെയും മൃതദേഹം, ഈ മരിച്ച വിഭജികയുടെയും മകളുടെയും മൃതദേഹം ഷാർജ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫോറൻസിക് പരിശോധനാ ഫലം ഇനി ലഭിക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ഇന്നോ നാളെയോ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് ശേഷമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ കോൺസുലേറ്റ് കൃത്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കോൺസുലേറ്റുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഇതിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക. എന്തായാലും ഷാർജ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമായി തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. അരുൺ പാറാട്ടാണ് ഇപ്പോൾ UAE-യിൽ നിന്ന്, ദുബായിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ